ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആണ്ടുവട്ടത്തിലെ 19-ാം ഞായർ. ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അതിലൂടെ ഭയത്തെ അതിജീവിക്കുക, ദൈവത്തിൻ്റെ സ്വരത്തിന് കാതോർക്കുക, അതിലൂടെ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം ഗ്രഹിക്കുക. ഇന്നത്തെ വായനകൾ നമുക്ക് തരുന്ന വലിയ സന്ദേശം അതാണ്. ഒരു ക്രിസ്തു ശിഷ്യൻ ദൈവത്തിൽ, കർത്താവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന ആളാണ്. ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും, ഭൂകമ്പം ഉണ്ടാകട്ടെ, കൊടുങ്കാറ്റുണ്ടാകട്ടെ, അഗ്നിവർഷം ഉണ്ടാകട്ടെ, തിരമാലകൾ അടിച്ചുയരട്ടെ, പക്ഷെ എന്നാലും കർത്താവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാലോ നമുക്ക് എന്തിനേയും അതിജീവിക്കുവാനായിട്ട് സാധിക്കും. ഏലിയ പ്രവാചകൻ്റെ ദൈവാനുഭവത്തിൻ്റെ കഥയാണ് ഇന്ന് പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ വായിച്ചു കേട്ടത്. ജെസബേൽ രാജ്ഞി തന്നെ കൊല്ലാൻ പോവാണ് എന്ന് അറിഞ്ഞ് ഏലിയ ഒരു രൂപത്തിൽ ഒളിച്ചോടി ഹോറബ് മലയിലെത്തി. അവിടെ ഒരു ഗുഹയ്ക്കകത്ത് അദ്ദേഹം ഒളിഞ്ഞിരിക്കുമ്പോൾ ദൈവം അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടു. ഏലിയ, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? കർത്താവേ, അങ്ങനെയുള്ള തീഷ്ണതയാൽ ഞാൻ എരിയുകയാണെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നത്. ദൈവം എന്ത് പറഞ്ഞെന്നറിയാവോ? നീ ഗുഹയ്ക്കകത്തുനിന്ന് പുറത്തേക്ക് വാ, എന്നിട്ട് മലമുകളിലേക്ക് കയറി നിൽക്കുക. മലമുകളിൽ നിൽക്കുമ്പോഴോ എന്താ സംഭവിക്കുക? വലിയ കൊടുങ്കാറ്റ്, വലിയ ഭൂകമ്പം, അഗ്നിവർഷം. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചു. അവിടെ ഒരു മൃദുസ്വരമായി സ്വരത്തിലൂടെ ദൈവസ്വരം ഏലിയ പ്രവാചകന് കേട്ടു. ഈ മലമുകളിൽ അദ്ദേഹം നിൽക്കുമ്പോൾ ഈ ഭൂകമ്പം ഉണ്ടായിട്ടും കൊടുങ്കാറ്റുണ്ടായിട്ടും അഗ്നിവർഷം ഉണ്ടായിട്ടും അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ സാധിച്ചു. എന്താ കാരണമെന്നറിയാവോ? അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ദൈവത്തിൽ മാത്രമായിരുന്നു. അപ്പം അത് നമ്മൾ അറിയുന്നത് അവിടെ ആവർത്തിക്കപ്പെടുന്ന ഒരു വചനമാണ്. അതായത് അതിൽ കർത്താവില്ലായിരുന്നു. ഭൂകമ്പത്തിൽ കർത്താവില്ലായിരുന്നു, അഗ്നിവർഷത്തിൽ കർത്താവില്ലായിരുന്നു, കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു എന്ന് എടുത്ത് പറയുമ്പോൾ അതിനകത്ത് കർത്താവ് ഉണ്ടോ എന്ന് നോക്കിയത് കൊണ്ട് അതിനകത്ത് കർത്താവില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിരിപ്പോയില്ല. കർത്താവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനാൽ പിന്നീട് മൃദുസ്വരമായി ദൈവസ്വരം വന്നപ്പോൾ അദ്ദേഹത്തിന് അത് കേൾക്കുവാനും ആ ദൈവ അനുഭവം നുകരാനും സാധിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ പ്രതിബന്ധങ്ങളുടെ നടുവിൽ ആയിരിക്കുമ്പോഴും നമ്മുടെ ശ്രദ്ധ ദൈവത്തിലാണെങ്കിൽ അതിനെല്ലാം അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നോക്കുക. സുവിശേഷത്തിൽ കർത്താവിനെ അനുകരിച്ച പത്രോസ് വെള്ളത്തിൻ്റെ മീതെ നടക്കുമ്പോഴേക്ക് എന്താ സംഭവിക്കുക? കർത്താവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോഴൊക്കെ അദ്ദേഹത്തിന് വെള്ളത്തിൻ്റെ മീതെ നടക്കാൻ സാധിച്ചു. പക്ഷേ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കർത്താവിൽ നിന്ന് തിരിഞ്ഞ് തനിക്കെതിരെ ഉയരുന്ന തിരമാലകളിലായോ അപ്പോഴേക്കും അദ്ദേഹം മുങ്ങിത്താഴാൻ തുടങ്ങി. കർത്താവെ രക്ഷിക്കൂ എന്ന് നിലവിളിച്ചു. കർത്താവ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. കർത്താവ് തൻ്റെ കരം നീട്ടി അദ്ദേഹത്തെ രക്ഷിച്ചു. എന്നിട്ട് കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: അല്പവിശ്വാസി, നീ എന്തിനു സംശയിച്ചു? പ്രിയപ്പെട്ടവരെ, അതിനു മുമ്പ് കനാന്യ സ്ത്രീയുടെ മകളെ ഉയർപ്പിച്ചപ്പോൾ കനാന്യ സ്ത്രീയുടെ കാര്യം എന്താ പറയുന്നത്? നിൻ്റെ വിശ്വാസം വലുതാണെന്ന് പറയാണ്. എന്നാൽ ഈ പത്രോസിൻ്റെ കാര്യമോ കർത്താവ് പറയുകയാണ് അല്പവിശ്വാസി എന്ന് പറയുകയാണ്. അപ്പോൾ കർത്താവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ പോലും വിശ്വാസത്തിൻ്റെ പൂർണ്ണത ചിലപ്പോൾ നമ്മൾ കാണാൻ സാധിക്കുന്നില്ല. ഇനി അതിനു മുമ്പ് ഈ വള്ളത്തിൽ ഇങ്ങനെ ശിഷ്യന്മാർ പോകുക. കർത്താവ് പറഞ്ഞത് കേട്ടപ്പം 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റി കഴിഞ്ഞിട്ട് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, വള്ളത്തിൽ കയറി അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു. എന്നിട്ട് കർത്താവ് തനിയെ പ്രാർത്ഥിക്കാനായിട്ട് മലയിലേക്ക് പോയി. അപ്പം ഇവരിങ്ങനെ വെള്ളം തുഴഞ്ഞ് പോകുമ്പോഴേക്കും ഭയങ്കരം തിരമാലകളെല്ലാം എതിരെ അടിച്ചുയരുക. ഒരു പേമാരി പോലെ അതിന് വരുവാണ്. അതിലിങ്ങനെ ഭയപ്പെട്ട് ഇങ്ങനെ ആയിരിക്കുമ്പോൾ കർത്താവ് അവരെ രക്ഷിക്കാൻ വേണ്ടി 4-ാം യാമത്തിൽ കർത്താവ് വരാൻ ഒരിക്കലും വൈകിപ്പോയില്ല. കർത്താവിന് അവിടുത്തേതായ സമയമുണ്ട്. അവിടുന്ന് നടന്ന് ഈ വലിയ വെള്ളത്തിൻ്റെ ഇതിലൂടെ തിരമാലകളുടെ ഇടയിലൂടെ നടന്ന് ഈ വള്ളത്തെ സമീപിക്കുക. അവരെ രക്ഷിക്കാൻ വേണ്ടി വരിക.
ഇവർ ഈ രാത്രിയിലല്ലേ വെള്ളത്തിന് മീതെ ആരോ നടക്കുന്നു എന്ന് കണ്ടിട്ട് അവരെന്താ പറയുന്നത്? അയ്യോ ഭൂതം ഭൂതം എന്ന് പറഞ്ഞ് നിലവിളിക്കുക. കാരണം അവിടെ ഉള്ളിൽ ഇങ്ങനെ പേടിയാണ്, ഭയമാണ്. ഭയമുള്ളിൽ നിറഞ്ഞിരുന്നാലുണ്ടല്ലോ രക്ഷിക്കാൻ കടന്നു വരുന്ന കർത്താവിനെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ വരാം. ഭൂതം പോലെ നമുക്ക് തോന്നാൻ ചിലപ്പോൾ അവിടെ. കർത്താവ് പറഞ്ഞു, ഇത് ഞാനാ, നിങ്ങൾ ഭയപ്പെടേണ്ട. കർത്താവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭയം മാറുക. ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, വിശ്വാസത്തിലൂടെ കർത്താവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ശ്രദ്ധയുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ സ്വരത്തിന് കാതോർക്കുവാനായിട്ട് തയ്യാറാകുന്നുണ്ടെങ്കിൽ ഏത് ഭയത്തെയും അതിജീവിച്ച് മുന്നേറുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ വായനകൾ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം അതാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ്റെ വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, റോമാക്കാർക്കുള്ള ലേഖനത്തിൽ അത് എഴുതുന്നത്, അദ്ദേഹം പ്രധാനമായിട്ടും വിജാതിയുടെ ഇടയിൽ സുവിശേഷം പ്രഘോഷിച്ച് അവരെല്ലാം ക്രിസ്തുവിന് വേണ്ടി നേടുന്ന കാര്യത്തിലാണ്. അദ്ദേഹത്തിൻ്റെ എപ്പോഴുള്ളൊരു വേദനയുണ്ട്. എന്താണെന്നറിയാവോ? ആ വേദന തൻ്റെ ജനം കർത്താവിനെ ഇത് സ്വീകരിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താണെന്നറിയാവോ? ഈശോ വന്നത് എല്ലാവർക്കും വേണ്ടിയാണ്, വിജാതിയർക്ക് വേണ്ടി മാത്രമല്ല, യഹൂദർക്കും വേണ്ടിയാണ്. എന്നിട്ട് യഹൂദരിൽ നിന്ന് തന്നെയാണല്ലോ കർത്താവ് വന്നതെന്നുള്ള കാര്യം എല്ലാം പറയുകയാണോ? യഹൂദരെക്കുറിച്ചുള്ള വലിയ അഭിമാനം അദ്ദേഹം എടുത്ത് പറയുകയാണ്. പക്ഷെ അവർ കർത്താവിനെ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, എൻ്റെ ജീവൻ പോയാലും സാരമില്ല, കർത്താവുമായിട്ടുള്ള ബന്ധം അറ്റുപോയാൽ പോലും സാരമില്ല, എൻ്റെ ജനം രക്ഷപ്പെടണമെന്നുള്ള തീവ്രമായ ഒരു ആഗ്രഹം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടത് നല്ല ഒരു വിശ്വാസം വേണം. അതുകൂടാതെ ഈ സ്നേഹം, ജനത്തോടുള്ള സ്നേഹത്താൽ നമ്മൾ നിറയണം. ഒരു ക്രിസ്തു ശിഷ്യൻ്റെ വലിയ പ്രത്യേകത ഏതാ? നമുക്ക് വേണമെങ്കിൽ പറയാം, ഇന്നത്തെ വായനകളുടെ വെളിച്ചത്തിൽ ഒരു ക്രിസ്തു ശിഷ്യനുണ്ടായിരിക്കേണ്ട 3 കാര്യങ്ങൾ. ഒന്നാമത്തേത് വിശ്വാസമാണ്. കർത്താവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിശ്വാസം. എന്തിലും എവിടെയും എല്ലായിടത്തും കർത്താവിനെ കാണാനായിട്ട് തയ്യാറാകുന്ന ഒരു അനുഭവം. നിങ്ങൾ പറയത്തില്ല, വിശ്വാസം എന്ന് പറഞ്ഞാൽ അപ്പുറം കാണുന്നതും അപ്പുറത്ത് നിൽക്കുന്നവനെ ദർശിക്കുന്നതുമാണെന്ന് പറയും. നമുക്ക് എന്തിലും ഏതിലും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് കർത്താവിലാണ്. ഈശോയെക്കുറിച്ചുള്ള ഒരു ബോധത്തോടെ, പ്രാക്ടീസിങ് ദ പ്രസൻസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ് ബ്രദർ ലോറൻസിൻ്റെ പുസ്തകമുണ്ട്. ഞാൻ എവിടെ ആയാലും അവിടെ കർത്താവിൻ്റെ കൂടെയുണ്ട് എന്ന ഒരു വിശ്വാസത്തോടെ, എന്നെ സ്നേഹിച്ച്, എന്നെ കരുതി, എന്നെ സംരക്ഷിച്ച് എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തോടെ, അവിടത്തേക്ക് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, ഞാൻ അവൻ്റെ സ്വരം നിരന്തരം കേൾക്കണം, അവനോടുള്ള എൻ്റെ ബന്ധത്തിൽ എനിക്കൊന്ന് വളരണം എന്നുള്ള ശ്രദ്ധയോടെ ജീവിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ക്രിസ്തു ശിഷ്യരായി വളരുക. അതേപോലെ രണ്ടാമത്തത് ഇപ്പം വിശ്വാസം, അതേപോലെ സ്നേഹം, ജനത്തോടുള്ള സ്നേഹം. അവരെല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നുള്ള വലിയ തീവ്രമായ ആഗ്രഹം. ഒരു കൂട്ടർ മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയാണ് കർത്താവ് മരിച്ചത്. എല്ലാവരെയും കർത്താവ് സ്നേഹിക്കുക, എല്ലാവരും രക്ഷ പ്രാപിക്കണം. അതാണ് കർത്താവിൻ്റെ ആ പ്രത്യേകമായിട്ടുള്ള ആഗ്രഹം പ്രിയപ്പെട്ടവരെ. ആ രീതിയിൽ നമുക്ക് സ്നേഹത്താൽ നിറയണം. അതുകൂടാതെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. അതൊരു മൃദുസ്വരം പോലെ ആയിരിക്കും ചിലപ്പം വരുന്നത്. ഈ ലോകത്തിലെ കോലാഹലങ്ങളുടെ ഇടയിൽ, ശബ്ദങ്ങളുടെ ഇടയിൽ പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മൾ പതറിപ്പോകാം. കർത്താവിൻ്റെ സ്വരം കേൾക്കാനായിട്ട് സാധിക്കാതെ വന്നേക്കാം. നമുക്ക് അതിനുവേണ്ടി ഇടയ്ക്കിടയ്ക്ക് സമയം പ്രത്യേകം കണ്ടെത്തണം. ഈശോനെ കണ്ടെത്തിയല്ലോ, തനിയേ പോയി പ്രാർത്ഥിക്കുന്ന ഈശോയല്ലേ. മത്തായിയുടെ സുവിശേഷത്തിൽ പറയും, കർത്താവ് പറയും, നിൻ്റെ മുറിയിൽ കയറി കതകടച്ചിരുന്ന് നീ പ്രാർത്ഥിക്കാൻ പറയും. നമ്മൾ ഈ ധ്യാനത്തിൻ്റെ വലിയ ആവശ്യകതയത്. കർത്താവിൽ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ശ്രദ്ധ നമുക്ക് വരണം, ഒരു അവെയർനെസ്. എന്തിലും ഏതിലും കർത്താവുണ്ടേ എന്നും, എല്ലാത്തിലൂടെയും ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ടേ എന്നും, എല്ലാത്തിലൂടെയും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടേ എന്നും, അങ്ങനെ ദൈവം നമ്മളെ സ്നേഹിച്ച് കരുതി മുന്നോട്ട് നയിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ മുന്നേറുമ്പോഴാണ് ക്രിസ്തു ശിഷ്യരായിട്ട് വളരുക. അങ്ങനെ വളരാനുള്ള കൃപ ഈ ദിവ്യബലിയിലൂടെ കർത്താവ് നമുക്ക് ഏകട്ടെ. എല്ലാവർക്കും ദൈവാനുഗ്രഹം സമൃദ്ധമായി നേരുന്നു. ആമേൻ.